ഉപദ്രവിക്കല്ലേ, അല്ലെങ്കിൽ എന്നെ സഹായിക്കണേ എന്നിങ്ങനെ ജിന്നുകളെയോ മലക്കുകളെയോ ഉദ്ദേശിച്ചുകൊണ്ട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. ഇതാണ് സക്കരിയ സലാഹിന്റെ വാദം, അതാണ് ജബ്ബാർ മൗലവിന്റെ വാദം, അതാണ് നിങ്ങളൊക്കെ പുറത്ത് പറയുന്ന വാദം. ആ വാദം എഴുതുക. എന്നിട്ട് തെളിവ് നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഖുർആനിൽ ഏതെങ്കിലും ആയത്തുണ്ടോ? നിങ്ങളൊരു ആയബാസല്ല മാത്രം നോക്കണ്ട, എന്തൊക്കെ തെളിവ് നിങ്ങൾക്കുണ്ടോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു, അതൊക്കെ നമുക്ക് അവിടുന്ന് പറയാം. ഇവിടെ നിങ്ങൾ ഈ വാദത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മൾ ഇരുന്നത് ഫൈസൽ കെയും അസീസ് കെയും സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ്, അല്ലാതെ സക്കരിയ സുലായും അസീസ് കെയും സംസാരിച്ചതിൻ്റെ ഫലമല്ല. അസീസ്ക്ക് ഇവിടെ പറഞ്ഞു ഇത് ഒരു ദിക്റായിട്ട് ചെയ്താൽ അത് ബിദ്അത്താണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ വെറുതെ ദിക്റല്ല, ആ ഹദീസിൻ്റെ അടിസ്ഥാനം ഫൈസൽക്ക് വ്യക്തമായി പറഞ്ഞു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ അത് ഷിർക്കല്ലെന്ന് ഫൈസൽ കെയും ഷിർക്കാണെന്ന് അസീസ് കെയും. അതൊരു ദിക്ർ എന്ന നിലക്കാണെങ്കിൽ ബിദ്അത്താണ്. ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിക്കാതെ ദിക്ർ എന്ന നിലക്കാണ് ബിദ്അത്താണെന്നാണ് ആര് പറഞ്ഞത്? അസീസ്ക പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പഴയ പണ്ഡിതന്മാരുടെ KJയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരുടെ നിലപാട് ഇതിൽ ദുആ ഇല്ല, അതുകൊണ്ട് അത് ഷിർക്കുമല്ല. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചത് നിങ്ങളാണ്. അതിൽ എഴുതാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? പിന്നെ ഞങ്ങളെ വാദം ഞങ്ങളാണ് പറയാം, നിങ്ങളെ വാദം നിങ്ങളുമാണ് പറയാം. ഇതിൽ ഞങ്ങളെ വാദം ഇതാണ്, ഇതിന് തയ്യാറുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇതിന് തയ്യാറാവണം എന്നാണ് ഞങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ വാദം നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, അത് നിങ്ങൾ പറഞ്ഞു നടന്നോ. ഇത് അങ്ങാടിയിൽ മൈക്കേട്ടിട്ട് ജനങ്ങളോട് പറഞ്ഞ വാദ, അതെന്താ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി? ഞങ്ങളെ വാദം ഞങ്ങൾ പറയും, എന്നാൽ നിങ്ങളെ വാദമാണ് ഞങ്ങൾ ഈ കേട്ടത്. ഇനി നിങ്ങളെ വാദം ഇതല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വാദമില്ലേ? ഞങ്ങൾ നിങ്ങളെ നേതാക്കന്മാരുടെ പ്രസംഗം, നിങ്ങൾ അനുകൂലിക്കുന്ന ആളുകളുടെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയ ഇതാണ്, പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ, അതേപോലെ രാത്രിയുടെ ഇരുട്ടിലകപ്പെട്ട മനുഷ്യൻ, അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്നാണ് നിങ്ങളെ നേതാക്കന്മാർ പ്രസംഗിച്ച വാദം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് തെറ്റാണോ? അത് ശിർക്കാണെന്നാണോ നിങ്ങളെ നേതാക്കന്മാരുടെ വാദം? ഞങ്ങളത് ഇങ്ങോട്ട് പറയും, എന്നാൽ ഞങ്ങൾ ആ വാദത്തിൽ നിന്ന് മാറ്റി നിങ്ങൾ പറയുന്നിടത്തേക്ക് വരാം. നിങ്ങളെ നേതാക്കന്മാർ പ്രസംഗിച്ചതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ പറ, അത് ഞങ്ങളെ നേതാക്കന്മാർക്ക് ഒന്നുകിൽ അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറ, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അബദ്ധം പറ്റിയാന്ന് പറ. ഞങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദമില്ല. ഹയ്യായ ഹാളിറായ ഖാദിറായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്ക് തന്നെയാണെന്നാണ് ഞങ്ങളെ നേതാക്കന്മാരുടെ വാദം. പിന്നെയോ ഒരാൾ ഈ ആയിബാദല്ലാന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾക്ക് തർക്കമുള്ളൂ എന്നാണോ? ആണെങ്കിൽ അത് പറ. അതാണ് നിങ്ങളെ നേതാക്കന്മാരെ വാദം, നിങ്ങൾ പറഞ്ഞതല്ല. നിങ്ങളെ നേതാക്കന്മാരെ വാദം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളെ പണ്ഡിതന്മാർ പ്രസംഗിച്ച് നടക്കുന്ന വാദം, നിങ്ങളെ നേതാക്കന്മാർ എഴുതിയ വാദം പറയാൻ കഴിയുന്നില്ല. അത് ഓരോ ദിവസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ മാറ്റം മാറുന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതിൻ്റെ സൂചനകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ നിങ്ങൾ ഇവിടുന്ന് മാറ്റും. നിങ്ങളെ ഇപ്പം നിങ്ങൾ മാറിയല്ലോ. എന്ത് ആ പുഴയിൽ വീണവനോട് തേടുന്ന പറയാൻ ധൈര്യമില്ല, രാത്രിയുടെ ഇരുൾ പറയാൻ ധൈര്യമില്ല. പിന്നെന്താ? അത് യായിബാദല്ലാന്ന് മാത്രം, എവിടെ വിജനപ്രദേശത്ത് മാത്രം. അവിടെ ജിന്നെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മലക്കെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അവിടേക്ക് നിങ്ങൾ എത്തേണ്ടി വരും എന്നാ നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞത്. അതല്ല, ഇത് ഹയ്യാണ്, ഹാളിറാണ്, ഖാദിറാണ്. ആ ജിന്നിനോട് എവിടുന്ന് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കഴിവുപ്പെട്ടതാണെങ്കിൽ ശിർക്കല്ല. ഇതാണ് നിങ്ങളെ നേതാക്കന്മാരെ വാദം. അത് നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാം. ഇനി അല്ല നിങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദം ഇല്ല, അത് ശിർക്കാണ് തന്നെയാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ നേതാക്കന്മാരുടെയും വാദം, എങ്കിൽ അത് പറഞ്ഞോ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഞങ്ങളിവിടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ വിഷയം അതല്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ കിട്ടിയ അവസരത്തിൽ പറഞ്ഞു, അനസ് മൗലവി പറഞ്ഞതിൽ നിന്നും അതുപോലെ ചെറിയ മുണ്ടം പറഞ്ഞതിലും നേതാക്കന്മാർ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വിഷയത്തിൽ അത് നിലപാട് മാറ്റിയത് നിങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതിപ്പോൾ നേരത്തെ അസീസ്ക്കും ഫൈസലും സംസാരിച്ചത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. പിന്നെ നേതാക്കന്മാർ അവിടെ പ്രസംഗിച്ചത് ഇവിടെ പ്രസംഗിച്ചൊന്നും പറയേണ്ട. നിങ്ങൾ പ്രസംഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പ് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ ഇത്രയും സമയം സംസാരിച്ചത്. ഫൈസൽക്ക പറഞ്ഞതും പിന്നെ അതുപോലെ അസീസ്ക പറഞ്ഞതും ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾ അതിൽ പങ്കെടുക്കണം, അല്ലെ നിങ്ങൾ തയ്യാറാവണം എന്നാണ് നമുക്കത് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ ഏത് ജിന്നാലും ഇതിനെല്ലാം ഈ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ മെയിനായിട്ട് തെളിവാക്കുന്ന ദുർബല ഹദീസാണല്ലോ നിങ്ങളുടെ വാദം.
അല്ല നീ ഈ വാദത്തിനുള്ള ഇവർ തുടങ്ങിയത് ദുർബല ഹദീസ് നാളെ ഇതിന്റെ തുടക്കം. അപ്പൊ ആ ദുർബല ഹദീസിന് അല്ല, ഈ ദുർബല ഹദീസാണ് ആദ്യമേ ഉള്ള. പിന്നെ ജബ്ബാർ മൗലവിന്റെ അല്ല. അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് ഈ ഹദീസ് തകർത്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം അല്ല, ഈ ഹദീസിനെ തകർത്ത് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞില്ലേ? അതിൽ നിന്നൂടെ നിങ്ങൾക്ക് ഹദീസിനെ തകർത്താ പൊളിയല്ല. കാരണം ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ വാദം എന്ന് പറയുന്നത്. ജബ്ബാർ വലി അപ്പുറത്തുണ്ട്, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്. ഞാനും അസീസും വന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത് എന്ന് പറയുന്ന ജബ്ബാർ മൗലവി ഇവിടെ ഉണ്ട്. അതിന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഇരിക്കരിക്ക് ആ ഓന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഫൈസലിന് അസീസിനോട് പറയാൻ ഒരഭിപ്രായോ എന്നോട് പറയാൻ വേറൊരു അഭിപ്രായം ഇല്ലല്ലോ. അസീസിനോട് പറയാൻ ഒരഭിപ്രായോ എന്നോട് പറയാൻ വേറൊരു അഭിപ്രായോ ഫൈസലിന് അങ്ങനെ ഉണ്ടാവോ? അപ്പൊ എനിക്ക് തോന്നണത് ഇതിന് ആ ഒരു നിലക്ക് പോലെ നമ്മളിപ്പോ ഏറ്റവും അതില് മാക്സിമം ചെയ്യാൻ കഴിയുന്ന വിട്ടുവീഴ്ചയാണ് അതിൽ ചെയ്തത്. അത് നിങ്ങൾക്ക് പറയാൻ ആ വാദത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സാലിമിന് കൺക്ലൂഡ് ചെയ്യാൻ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതും ഈ ഒരു വിഷയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശിർക്കില്ല എന്നും ദുആ ഇല്ല എന്നും ഉള്ളത് ആ ഒരു നിലപാട് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ള ആദ്യം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നമുക്ക് തയ്യാറാവണമെങ്കിൽ നമുക്ക് പരസ്പരം ഇത് പെട്ടെന്ന് ചെയ്യണം. കാരണം അവർക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എന്താണ് ചെയ്യണം നോക്കാം.